നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസ് ഉണ്ട്. വളരെ മനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഞാൻ അവിടെ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ഗസ്റ്റ് ഹൗസാണ്. അതിൻ്റെ തീരത്തൊരു പാത്ത് വേ ഉണ്ടാക്കി, ഈ വഴി നടക്കാൻ, ആൾക്കാർക്ക് നടക്കാൻ. അത് 15/5/2015, അതായത് 2015 മെയ് മാസം 15-ാം തീയതി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു ശിലാഫലകം വയ്ക്കും. അവിടെ അന്നുള്ള ആളുകളുടെ, പ്രധാനികളുടെ പേരൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു നവീകരണം നടന്നു. അപ്പോൾ നവീകരണം നടത്തി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിൽ ഉടൻ തന്നെ പഴയ ഫലകം എടുത്ത് കളഞ്ഞു. വീണ്ടും മുഹമ്മദ് ഇപ്പോൾ ആരെങ്കിലും അവിടെ പോയി കണ്ടാൽ മൊത്തം പാത്ത് വേ ചെയ്തിരിക്കുന്നതും ഉദ്ഘാടനം ചെയ്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണെന്നും അത് ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നും. റിയാസ് മരുമകനോട് പറയാനുള്ളത്, ഇങ്ങനെയല്ല നിങ്ങൾ റീൽസ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഒറിജിനൽ റീൽ ഇപ്പോൾ നോക്കൂ, യൂട്യൂബ് കമ്പനി തന്നെ പറയുകയാണ് മോശപ്പെട്ട റീൽസ്, അതായത് മറ്റൊരാളുടെ റീൽസ് എടുക്കാൻ പാടില്ല, പേറ്റന്റ് പ്രശ്നമുണ്ട്, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് അടിച്ചുമാറ്റി പരീക്ഷ എഴുത്ത് പരിപാടി. ഈ അടിച്ചുമാറ്റി പരീക്ഷ എഴുതും, കോപ്പി അടിച്ച് പരീക്ഷ എഴുതുന്നതൊക്കെ പഴയ ഫാഷനാണ്. പുതിയ ഫാഷൻ അതല്ല. തുണ്ട് വയ്ക്കുന്നതൊക്കെ പഴയ, വളരെ ഓൾഡ് ഫാഷനാണ്. അതുകൊണ്ട് അതുമായി മുഹമ്മദ് റിയാസിൻ്റെ ആളുകൾ വരരുത്. ടൂറിസം വകുപ്പ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ചപ്പ് ചവറുകൾക്കിടയിൽ ചൂലൊക്കെ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശിലാഫലകം, ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അത് അവിടെ ഏതോ വഴിയാത്ര പോയ ടൂറിസ്റ്റുകളാണ് കണ്ടെടുത്തത്. DCC അവിടുത്തെ ആളുകളെയൊക്കെ അറിയിച്ചു. DCC പ്രസിഡന്റും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും വളരെ പ്രക്ഷോഭത്തിലാണ്. അതിനെ പക്ഷേ നമുക്കതിങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സോവിയറ്റ് യൂണിയനിൽ ഭരണമാറ്റം വന്നപ്പോൾ, സോവിയറ്റ് റഷ്യ ഇല്ലാതെ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്ക വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആദ്യം എടുത്ത് തറയിലടിച്ചത് ലെനിൻ്റെ പ്രതിമയാണ്. പിന്നെ കാറൽ മാർക്സ് എല്ലായിടത്തും അവർ ദൂരെ കളഞ്ഞു. അപ്പോൾ ലെനിൻ്റെ പ്രതിമയൊക്കെ ഒരുപാട് പീസുകളാക്കി കളഞ്ഞു. പിള്ളേരത് അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല, പെറ്റതുള്ള സഹിക്കത്തില്ല. അങ്ങനെയാണ് ലെനിനെയൊക്കെ അവർ നിഷേധിച്ചത്. അപ്പം അത് ഒരേ പാർട്ടിയിലുള്ള ആളുകളാണ്. ഇവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ, ഉമ്മൻചാണ്ടി വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് റിയാസ് എവിടെ നിൽക്കുന്നു? ഇന്നൊരു 15 ജന്മം കൂടി ജനിക്കണം മുഹമ്മദ് റിയാസ് ഉമ്മൻചാണ്ടിക്ക് ഇക്വേഷൻ ആവാം. അങ്ങെന്നാലും ആവാൻ പ്രയാസമാണ്. അത്ര മനോഹരമായ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരെന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണുള്ളത്. അതല്ലാതെ ഈ പറയുന്ന ഒരു ശിലാഫലകത്തിലോ ബോർഡിലോ ഒന്നുമല്ല. പക്ഷേ എങ്കിലും ഒരു മാന്യതയുണ്ട്. ആ മാന്യത നമ്മൾ കാണുന്നില്ല. ഈ വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് മുഹമ്മദ് റിയാസിന് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും? ഇത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനു മുമ്പേ അവിടെ ഒരു പാത്ത് വേ ഉണ്ടെന്നും അത് നവീകരണം മാത്രമാണ് തൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്നും അതിൽ മറ്റേ ഫലകം വച്ചുകൂടാ എന്നും, പുതിയ ഫലകം വയ്ക്കുമ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒറ്റ ഫലകത്തിൽ നിന്ന് രണ്ടും എഴുതി ഇപ്പം നവീകരിച്ച പാതയുടെ ഉദ്ഘാടനം മാത്രം ഒന്ന് വയ്ക്കുകയും മറ്റത് മാറ്റി വേറെ രൂപത്തിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടായിട്ട് വയ്ക്കുകയോ, എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് കളഞ്ഞത് വളരെ വളരെ പരിതാപകരമായ ഒരുതരം പബ്ലിസിറ്റി ആയിപ്പോയി. പബ്ലിസിറ്റികൾ നല്ല തരത്തിലുണ്ട്, ചീപ്പ് പബ്ലിസിറ്റിയുമുണ്ട്. ചീപ്പ് പബ്ലിസിറ്റി നടത്തിയാൽ നമ്മൾ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും പോകുന്നത്. നല്ല പബ്ലിസിറ്റി ആണെങ്കിൽ പബ്ലിസിറ്റി നടത്തിയില്ലെങ്കിലും നമ്മൾ ചരിത്രത്തിൻ്റെ ഉത്തുംഗങ്ങളിലേക്ക് പോകും. അതാണ് ചരിത്രം. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ കലാകാരന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതു തത്വമാണിത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബലൂൺ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന PR വർക്ക് ബലൂൺ പോലെ തന്നെ കാറ്റ് പോകും. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് അടിയന്തരമായി അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ബോർഡ് മാറ്റണം. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ബോർഡ്, ആദ്യത്തെ ബോർഡ് വെക്കണം. രണ്ടാമതൊരു അഡീഷണൽ ബോർഡ് നവീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദാഹരണം, ഉദ്ഘാടനമെന്നോ നവീകരിച്ച പാതയുടെ ഉദ്ഘാടനമെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസിൻ്റെ പേര് വയ്ക്കാം. ആശാനുള്ളത് ആശാനും യൂദാസിനുള്ളത് യൂദാസിനും യേശുവിനുള്ളത് യേശുവിനും എന്നുള്ളതാണല്ലോ കണക്ക്. അപ്പോൾ ശിഷ്യന്മാർക്ക് ആശാനുള്ളത് എടുക്കാൻ പാടില്ല, ശിഷ്യന്മാരുടെ ആശാനും കവർന്നെടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഉമ്മൻചാണ്ടിക്കുള്ളത് ഉമ്മൻചാണ്ടി കൊടുക്കുക, സീസർക്കുള്ളത് സീസർക്കുള്ളതും മരുമോനുള്ളതുമായി മാറട്ടെ. തീർച്ചയായിട്ടും ഇത് വളരെ പൊറുക്കാനാവാത്തൊരു അപരാധമാണ് ചെയ്തിരിക്കുന്ന ടൂറിസം വകുപ്പ്. നമുക്ക് തിരുത്തുമെന്ന് തന്നെ കരുതാം.